ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. എൻ്റെ എല്ലാ വീഡിയോസിലും താഴെ ഇങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണ് എന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് വീഡിയോ കോള്, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിങ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ച്, വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയച്ചോട് കോൾ ചെയ്യാൻ പാടില്ല. മെസ്സേജ് അയച്ച ഉടനെ ഞാൻ നിങ്ങൾക്ക്, അതെപ്പോഴായിരുന്നോ ഞാൻ കാണുന്നത് ആ ടൈമിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്കാനർ ഇടും. അതിലോട്ട് 500 രൂപ നിങ്ങൾ പേ ചെയ്ത ഉടനെ തന്നെ ഞാൻ വേറൊരു നമ്പറും തരും, നിങ്ങൾ ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ പിന്നെ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല, ഞാൻ തന്ന നമ്പറിലായിരിക്കും ഇനി മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും തീർച്ചയായിട്ടും പേയ്മെൻറ്റ് ചെയ്ത 500 രൂപ പേ ചെയ്ത, സ്കാനറിൽ പേ ചെയ്ത നിങ്ങൾ ഞാൻ ഉടനെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴും എന്നെ കുറേ പേര് പറ്റിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 4 പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നെങ്കിൽ പേയ്മെൻറ്റ് ഒരേ പേയ്മെൻ്റ് ആയിരിക്കും. അതായത് ഒരാൾ അയച്ച പേയ്മെൻറ്റ് തന്നെ അപ്പുറം ഷെയർ ആക്കി എനിക്ക് അയക്കുന്നുണ്ട്. കാരണം ഒരാളെ എനിക്ക് പേയ്മെൻറ്റ് അയച്ച് ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് എനിക്കറിയുന്നത് ക്യാഷ് വന്നിട്ടില്ല എന്ന്. അങ്ങനെ ഒരു കുറേ പേര് പെൻഡിങ്ങിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ശരിക്കുള്ള പേയ്മെൻറ്റ് മാത്രം അടക്കുക. മാത്രമല്ല പറ്റിച്ചാൽ ഒരിക്കലും അത് നടക്കില്ല. പിന്നെയെന്ന് പറയുന്നത്, എനിക്ക് ഈ വാട്സപ്പിൽ മെസ്സേജിട്ട് കുറേ പേരെ പണിയാണ്. എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എനിക്ക് യൂട്യൂബിലെ വീഡിയോ ഷെയർ ചെയ്യും. അതായത് യൂട്യൂബിലുള്ള കുറേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഓരോ വീഡിയോയും, UDF ജയിച്ചതും LDF തോറ്റതും ഒക്കെ തന്നെ എനിക്ക് ഷെയർ ആക്കും. എന്തിനാണ്? എനിക്കിതൊന്നും കാണേണ്ട ആവശ്യമില്ല, എനിക്കും യൂട്യൂബ് ഉണ്ട്. നിങ്ങൾ എന്തിനാണ് യൂട്യൂബിൽ നിന്ന് എനിക്ക് വീഡിയോ ഷെയർ ചെയ്യുന്നത്? പിന്നെ എനിക്ക് പറയാനുള്ളത് കുറേ സംശയം. ഞാനിപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതിൽ എത്രയോ പേർക്ക് എന്തൊക്കെ സംശയങ്ങളാണ്. എന്തൊക്കെയെന്ന് വെച്ചാൽ, ഞാൻ ആ വാട്സപ്പിൽ എന്ന് പറയുന്നത് കസ്റ്റമറിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് മാത്രം ഒരു 10 മിനിറ്റ് എടുക്കുക, അതിലെല്ലാവർക്കും സ്കാനർ ഷെയർ ആക്കി ഞാൻ എൻ്റെ പാഠം നോക്കിയിട്ട് പോകും. അപ്പോൾ ഞാൻ ഇതുപോലുള്ള കുറേ എക്സ്പ്ലെയിൻ ചെയ്ത കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നാലും എല്ലാവർക്കും ഡൗട്ട് മാത്രമല്ല, ചില ആൾക്കാർ പറയും, എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഫ്രണ്ട്ഷിപ്പിനോടാണ് താല്പര്യം എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പിനോടും താല്പര്യമില്ല. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. വേറെ ഒരു കാര്യത്തിനും എന്തൊരു ഫ്രണ്ട്ഷിപ്പ് വിചാരിച്ചിട്ടും ആരും എനിക്ക് മെസ്സേജ് അയക്കണ്ട. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, കുറേ പേര് ഇങ്ങനെ എത്രയോ വോയിസ് എനിക്കിടും. എനിക്ക് ഒരിക്കലും വോയിസ് കേൾക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. അപ്പം തീർച്ചയായിട്ടും വോയിസ് അയക്കാണ്ട് പിന്നെയും ടൈപ്പെങ്കിലും ചെയ്ത് ടെക്സ്റ്റ് മെസ്സേജെങ്കിലും അയക്കുക. അപ്പോൾ എല്ലാവരും വിചാരിക്കും, അപ്പോൾ ഡീറ്റെയിൽസ് എങ്ങനെ? ഡീറ്റെയിൽസ് ഞാൻ എല്ലാ വീഡിയോയിലും പച്ചക്ക് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ വീഡിയോസിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിൽ കേൾക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ വീഡിയോ എടുത്ത് നമ്പർ കാണുമ്പോൾ തന്നെ ബാക്ക് അടിച്ച് അത് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കും. അതുകൊണ്ടാണ് ആ വീഡിയോസ് മുഴുവനും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണൂ. ഇപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്പർ എടുത്തില്ല, കാരണം ആ ഒരു വീഡിയോ നോക്കാണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ്, എന്താ കുട്ടാ സുഖമാണോ, ഉറങ്ങുകയാണോ, എന്താ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, മറ്റേ വീഡിയോസ്, അതായത് എൻ്റെ ആ വാട്സപ്പ് പോകുന്ന രീതിയിലാണ് നിങ്ങളൊക്കെ വീഡിയോസ് ഇട്ട് തരുന്നത്. എനിക്ക് വീഡിയോസൊക്കെ ഇഷ്ടം പോലെ എവിടെ നിന്നും കാണാം. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട ആളും തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് അങ്ങനെയുള്ള വീഡിയോസൊന്നും ഒരിക്കലും ഷെയർ ചെയ്യരുത് വാട്സപ്പിൽ. അങ്ങനെ ഷെയർ ചെയ്യുന്നവരെ, ഓവർ വോയിസ് ഇടുന്നവർ, ഓവർ ഡൗട്ട് ചെയ്യുന്നവർ, ഫ്രണ്ട്ഷിപ്പിന് മെസ്സേജ് അയക്കുന്ന എല്ലാവരും ഞാൻ പിടിച്ച് ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് ചിലവർ, അതായത് നിങ്ങൾ എനിക്ക് ഒരു ഡെമോ, പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്ന കുറേ പേര് പറയും, മോളുടെ ഒരു ഡെമോ പിക്ക് ഇട്, മോളൊന്നൊരു 5 മിനിറ്റ് വീഡിയോ കോളാക്ക്, 5 സെക്കൻഡ് വീഡിയോ കോളാക്ക്, എന്നാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാം. ആളെങ്ങനെയാണെന്ന് അറിയാണ്ട് പിന്നെ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാം? ഞാൻ രാവിലെ എഴുന്നേറ്റ് തന്നെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ആളെങ്ങനെ അറിയാണ്ട് പേയ്മെൻറ്റ് ചെയ്യാത്ത ആൾ പിന്നെ എന്തിനാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വരുന്നത്? എന്തായാലും കസ്റ്റമേഴ്സിനല്ലാണ്ട് നമ്മുടെ ശരിക്കുള്ള ഫേസ് റിവീൽ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് ആയാൽ മാത്രമേ നമ്മൾ ഫേസ് റിവീൽ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക. പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 500 രൂപയാണ്. സ്ക്രീൻഷോട്ട് അയച്ച ഉടനെ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് പേര് എന്നെ പറ്റിച്ചിട്ടുണ്ട്. അതായത് ആരുടെയൊക്കെയോ സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ആക്കിയിട്ടുണ്ട്. ഒരു സ്ക്രീൻഷോട്ടിന് 2 നമ്പർ എന്നൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ മെസ്സേജ് നോക്കാതെ അപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. തിരക്ക് കാരണം ഞാൻ മെസ്സേജ് നോക്കിയിട്ടില്ല. ഇപ്പോൾ കുറേ കസ്റ്റമേഴ്സ് അങ്ങനെ ഇതാണ്, പെൻഡിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ വേറെ പേയ്മെൻറ്റ്, അതായത് ആരൊക്കെയോ അയച്ച പേയ്മെൻറ്റൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച് തന്നിട്ടുണ്ട്.
അവർ പേയ്മെന്റ് അയച്ചിട്ടുണ്ടാവും, പക്ഷെ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ ഹായ് ഇട്ടാൽ ഞാൻ സ്കാനർ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓവറായിട്ടുള്ള വോയിസ് എനിക്ക് ഇടാൻ പാടില്ല, വേണ്ടാത്ത വീഡിയോസ് എനിക്ക് ഇടാൻ പാടില്ല. ഞാൻ അപ്പം തന്നെ വേറെ നമ്പർ തരും, അതിലാണ് ഞാൻ ഫുൾ ആക്റ്റീവ് എന്ന് പറയുന്നത്. അതിൽ കസ്റ്റമേഴ്സ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ കസ്റ്റമേഴ്സ് അല്ലാത്ത ഒരാൾക്കും ഞാൻ എൻ്റെ ഫോട്ടോസോ പ്രൈവറ്റ് ആയിട്ടുള്ള ഒന്നും തന്നെ ഷെയർ ആക്കിയില്ല. പിന്നെ ഞാൻ ഒരു സെക്കൻഡ് കോള്, ഒരു 2-3 സെക്കൻഡ് എല്ലാവർക്കും കോൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു, അത്ര ഡൗട്ടുള്ളവർക്ക് മാത്രം. അങ്ങനെ വെച്ചിട്ട് എല്ലാവരും കോളാക്കി എന്ന് പറഞ്ഞാൽ കോളൊന്നും അറ്റൻഡ് ചെയ്യൂല. പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത്, വീഡിയോസ് എനിക്ക് ഷെയർ ആക്കാൻ പാടില്ല. പ്രത്യേകിച്ച് യൂട്യൂബിൽ നിന്നൊക്കെ കുറേ ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും ഗുഡ് നൈറ്റും ഒക്കെ തന്നെ കുറേ വയസ്സായ ആൾക്കാർ ഇടുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ല. നേരെ പോവാ. ഞാൻ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക. അല്ലാണ്ട് വേണ്ടാത്ത മെസ്സേജും വോയിസൊന്നും എനിക്ക് ഒട്ടും കഴിയുന്നത് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് മാത്രം അയക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലുള്ള നിങ്ങൾക്ക് അടിപൊളി കിടക്കാച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അത് തന്നെയായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.